ഗുഡ് മോർണിംഗ്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫാബ്രി പെറോട്ട് ഇൻസ്ട്രുമെൻ്റ് ആണ് പറഞ്ഞത്. അതിൻ്റെ അറേഞ്ച്മെൻറ്റ്, ഫിഗർ, കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ തന്നെ കണ്ടിന്യൂഷനാണ് റെസൊല്യൂഷൻ ഓഫ് ഫാബ്രി പെറോട്ട് ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ അത് നോക്കാം. ഇപ്പോൾ കൺസിഡർ എ സ്പെക്ട്രം കൺസിസ്റ്റിംഗ് ഓഫ് ടു ക്ലോസ്ലി സ്പേസ്ഡ് ഫ്രീക്വൻസീസ് ഒമേഗ ആൻഡ് ഒമേഗ ഡാഷ് is to be analyzed with a fabry perot interferometer. Then the intensity distribution will be a superposition of two fringe system indicated in figure. അപ്പോൾ ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. ഇൻറ്റൻസിറ്റി വേഴ്സസ് ദി ഫേസ് ഡിഫറൻസ്. ആൻഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ഓർഡർ n ആൻഡ് ഓർഡർ n+1 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ two curves are representing two different wavelength of order n and order n+1. ഓക്കെ, അപ്പോൾ ഇൻറ്റൻസിറ്റി അതുപോലെ തന്നെ ഫേസ് ഡിഫറൻസും കണക്ട് ചെയ്യുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. അതിൽ ഡെൽറ്റ മൈനസ് ഡെൽറ്റ ഡാഷ് ആൻഡ് ഡെൽറ്റ മൈനസ് ഡെൽറ്റ ഡാഷ്, ഒന്ന് ഓർഡർ n ആൻഡ് ഓർഡർ n+1, രണ്ട് തമ്മിൽ ഡിഫറൻസ് ആണ് ഡെൽറ്റ മൈനസ് ഡെൽറ്റ ഡാഷ് എന്ന് പറയുന്നത്. Okay, then the fringe pattern is given by the sum of two functions it equal to I0 1 plus f sin square delta by 2 all inverse plus I0 into 1 plus f sin square delta dash by 2 inverse. അപ്പോൾ നമ്മൾ ഏരിയ ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ, തൊട്ട് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് എഫ് ഈസ് കോൾഡ് കോഎഫിഷ്യൻ്റ് ഓഫ് ഫിറ്റ്നസ്. ദെൻ ഈ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ഡെൽറ്റ ക്യാൻ ബി റിട്ടൺ ആസ് ഡെൽറ്റ ഈക്വൽ ടു ഡെൽറ്റ പ്ലസ് ഡെൽറ്റ ആർ എന്ന് എഴുതാം. ഓക്കെ, ഡെൽറ്റയ്ക്ക് പകരം നമുക്ക് എന്ത് ചെയ്താം, 2kd, കെനെ നമ്മൾ ഒമേഗയുടെ ടേമിലോട്ട് കൺവേർട്ട് ചെയ്താൽ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ഡെൽറ്റ ആർ പ്ലസ് 2 ഒമേഗ ഡി ബൈ സി. ഓക്കെ, ദെൻ ഡെൽറ്റ ഡാഷിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒമേഗ ഡാഷ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഒമേഗ കറസ്പോണ്ടിങ് ടു ഡെൽറ്റ ആൻഡ് ഒമേഗ ഡാഷ് കറസ്പോണ്ടിങ് ടു ഡെൽറ്റ ഡാഷ്. Then now we want to resolve the frequencies. Then if we have two frequencies omega and omega dash can be said to be resolved if there is a dip in the intensity curve. അപ്പോൾ നമ്മൾക്ക് ഉള്ള ഇൻറ്റൻസിറ്റി കർവിൽ ഡിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഡിപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫ്രീക്വൻസീസിനെ റിസോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നേരത്തെ ഫിഗറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ദർ എക്സിസ്റ്റ് എ ഡിപ്പ് between the two peaks. Okay, then നമ്മൾ ഫ്രീക്വൻസീസിനെ റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ക്രൈറ്റീരിയൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് നോൺ ആസ് ടൈലോർ ക്രൈറ്റീരിയൻ. വേർഡ് ഓർത്ത് വെക്കുക, ടൈലോർ ക്രൈറ്റീരിയൻ. അക്കോർഡിംഗ് ടു ദിസ് criteria, two equal lanes are considered to be resolved if the individual curves cross at the half intensity point, so that the total intensity at the saddle point is equal to the maximum intensity of either lane alone. ഒന്നുകൂടെ പറയാം. According to Taylor criterion, two equal lanes are considered to be resolved if the individual curves cross at the half intensity point, so that the total intensity at the saddle point is equal to the maximum intensity of either line alone. Which means ഇവിടെ നമ്മുടെ ഡയഗ്രത്തിനകത്ത് ഇവിടെ സാഡിൽ പോയിന്റ് എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ദാറ്റ് സാഡിൽ പോയിന്റ് റെപ്രസെന്റ് ദി ഡിപ്പ് ബിറ്റ്വീൻ ടു പീക്സ്. രണ്ട് പീക്സിന്റെ ഇടയിലുള്ള ഒരു ഡിപ്പ്, ആ ഡിപ്പിന്റെ പോയിന്റിനെയാണ്, ആ മിഡിൽ വരുന്ന പോയിന്റിനെയാണ് സാഡിൽ പോയിന്റ് എന്ന് പറയാം. ഓക്കെ, ഇഫ് ദാറ്റ് ഡിപ്പ് റീച്ചസ് ഹാഫ് ദി ഹൈറ്റ് ഓഫ് പീക്സ് then the lanes are just resolved according to this criteria. But Taylor criteria പറയുന്നത് if that dip reaches half the height of the peaks then the lines can be resolved. അപ്പോൾ നിങ്ങൾക്ക് ഫിഗർ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ഇൻറ്റൻസിറ്റി ഹാഫിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കർവിനെ റിസോൾവ് ചെയ്യാം. അതാണ് അവിടുത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് സാഡിൽ പോയിന്റ് എന്താണെന്ന് ഓർത്ത് വെക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ റിട്ടൺ ആസ് the intensity equal to
2i0 into 1 plus f sine square delta minus delta dash by 4 inverse equal to i0. എന്തിന് ഈക്വലൻ്റ് ആയിരിക്കും? തൊട്ട് മുന്നത്തെ സെൻറ്റൻസിൽ പറയുന്നത് മാക്സിമം ഇൻറ്റൻസിറ്റി ഓഫ് ഏതർ ലൈൻ എലോൺ i0. then ഇവിടെ i0 കിട്ടണമെന്നുണ്ടെങ്കിൽ there must be ഈ ഫാക്ടർ എന്തായിരിക്കണം? 1 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ എഫ് സൈൻ സ്ക്വയർ ഡെൽറ്റ മൈനസ് ഡെൽറ്റ ഡാഷ് ബൈ 4 ഈക്വൽ ടു 1. If now assume that the quantity delta minus delta dash is small so that the sign term can be replaced by its argument. അതായത് ഡെൽറ്റ മൈനസ് ഡെൽറ്റ ഡാഷ് സ്മോൾ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സൈൻ സ്ക്വയർ എക്സ് ഈക്വലൻ ടു എക്സ് സ്ക്വയർ ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായിട്ട് മാറും? സൈൻ സ്ക്വയർ പോയിട്ട് എഫ് ഇൻറ്റു ഡെൽറ്റ മൈനസ് ഡെൽറ്റ ഡാഷ് ബൈ 4 ഹോൾ സ്ക്വയർ ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്താൻ പറ്റും? 1 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഈ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യാം.